നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഗൗരിയെക്കുറിച്ചുള്ള അവൻ്റെ ചിന്തയിൽ നിന്ന് അവൻ പെട്ടെന്നുണർന്നു. പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് മങ്ങി. എന്താ ഇപ്പോൾ ഞാൻ ചിന്തിച്ചത്? ഇല്ല, പാടില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. അവൾ എൻ്റെ ആരുമല്ല. അവൾ ഈ വീട്ടിലെ അഭയാർത്ഥി മാത്ര. രവിയെപ്പോലെയോ രാമേട്ടനെ പോലെയോ അല്ല അവൾ. എൻ്റെ മനസ്സിൽ അവൾക്ക് ഒരു സ്ഥാനവും ഇല്ല. ദേവൻ ചിന്തിച്ചു. ആ സമയത്ത് രവി വന്ന് ഡോറിൽ മുട്ടി. അത് കേട്ട് ദേവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സ് മാറാനായി ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. സാർ, ഓർഡർ കൊടുത്ത TV കൊണ്ടുവന്നിട്ടുണ്ട്, രവി പറഞ്ഞു. ഫിറ്റ് ചെയ്യാൻ പറയ് എന്ന് പറഞ്ഞ് ദേവൻ വാഷ്റൂമിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം കുളിയെല്ലാം കഴിഞ്ഞ് ദേവൻ വാഷ്റൂമിൽ നിന്ന് ഒരു തോർത്തെടുത്ത് പുറത്തേക്ക് വന്ന് ഡ്രസ്സിംഗ് ടേബിളിനടുത്ത് ചെന്ന് കണ്ണാടി ഇരുന്ന സ്ഥലത്ത് നോക്കിയപ്പോഴാണ് ദേഷ്യം വന്നപ്പോൾ അതെറിഞ്ഞുടച്ചത് ഓർമ്മ വന്നത്. ഒരു നിരാശയോടെ അവിടെ എന്തോ ചിന്തിച്ചു നിന്നു. മെല്ലെ അവൻ്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അത് മങ്ങി. അവൻ ചിന്തയിൽ നിന്നുണർന്ന് അലമാരയുടെ അടുത്ത് ചെന്ന് അതിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടു. എന്നിട്ട് TV ഓൺ ചെയ്ത ശേഷം ചെന്ന് ബെഡിലിരുന്നു. രാമേട്ടനും ഗൗരിയും കിച്ചണിൽ രാത്രിക്ക് കഴിക്കാനുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. കുഞ്ഞിന് ചെറുപ്പം മുതലേ പച്ചക്കറിയേക്കാൾ കൂടുതൽ ഇഷ്ടം ഇറച്ചിയും മീനൊക്കെയാ. അതുകൊണ്ട് ദിവസവും ഇവിടെ ഇറച്ചിയോ മീനോ ഉണ്ടാവും, രാമേട്ടൻ പറഞ്ഞു. ദിവസവും ചത്തതിനും കൊന്നതിനും തിന്ന് ശീലിച്ചിട്ടായിരിക്കും ഇയാൾക്ക് രാക്ഷസ സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവുക, ഗൗരി മനസ്സിൽ ചിന്തിച്ചു. രാമേട്ടന് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഗൗരി ചോദിച്ചു. 4 മക്കളാ. 3 ആൺമക്കളും ഒരു പെണ്ണും. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. 3ാമത്തെ മകനും മരുമകളും അവരുടെ മക്കളുമാ വീട്ടിൽ താമസിക്കുന്നത്. മകള് ഏറ്റവും ഒടുവിലത്തെയാ. ഭാര്യ മരിച്ചിട്ട് 4 കൊല്ലായി, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടൻ നാട്ടിൽ പോകാറില്ലേ? ഗൗരി ചോദിച്ചു. കുറച്ചായി പോയിട്ട്. കുഞ്ഞ് ഇവിടുന്ന് വിടില്ല, രാമേട്ടൻ പറഞ്ഞു. വിടില്ലെന്നോ? അപ്പോൾ രാമേട്ടന് മക്കളെ കാണണ്ടേ? ഗൗരി ചോദിച്ചു. ഞാനും രവിയും വീട്ടിൽ പോകുന്നത് കുഞ്ഞിന് ഇഷ്ടല്ല. ഞങ്ങൾ പോയാൽ കുഞ്ഞ് ഒറ്റപ്പെട്ടു പോവില്ലേ? വീട്ടിൽ പോയാലും അച്ഛൻ വരുന്നത് നോക്കി കാത്തിരിക്കുന്ന മക്കളൊന്നും അല്ലല്ലോ. അവർ വളർന്നില്ലേ? സാറിന് വേറെ ആരുമില്ലേ? ഗൗരി ചോദിച്ചു. എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ വഴിക്കായി, രാമേട്ടൻ പറഞ്ഞു. കുഞ്ഞ് കഴിക്കാൻ വരേണ്ട സമയമായി. ഞാൻ ഇതെല്ലാം മേശയിൽ കൊണ്ടുവയ്ക്കട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടൻ കഴിക്കാനുള്ളതെടുത്ത് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ദേവൻ കഴിക്കാനായി വരുന്നുണ്ടായിരുന്നു. കൈ കഴുകി ചെയറിൽ വന്നിരുന്നപ്പോൾ ദേവൻ ചോദിച്ചു. രവി വന്നില്ലേ രാമേട്ട? ഇന്ന് അടുക്കളയിലേക്ക് വന്നിട്ടേ ഇല്ല. ഗൗരി അടുക്കളയിലുണ്ടല്ലോ എന്ന് വിചാരിച്ചാവും എന്ന് പറഞ്ഞ് രാമേട്ടൻ അടുക്കളയിലേക്ക് തന്നെ പോയി. ഗൗരി എന്ന് കേട്ടതും ദേവൻ ഗൗരി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കിച്ചണിലേക്ക് എത്തി നോക്കി. എന്നാൽ അവളെ കാണാൻ ദേവന് കഴിഞ്ഞില്ല. അവൻ ഒന്നുകൂടി തലചരിച്ച് നോക്കുന്ന സമയത്ത് ഗൗരി ഒരു പാത്രത്തിൽ കറിയുമായി ഡൈനിങ് ഹാളിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ വേഗം ഫോണിലേക്ക് നോക്കിയിരുന്നു. അവൾ അടുത്തു വരുന്തോറും അവന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. ഗൗരി ദേവനെ ശ്രദ്ധിക്കാതെ കറി ടേബിളിന് മുകളിൽ വെച്ച് കിച്ചണിലേക്ക് തന്നെ തിരികെ പോയി. ഗൗരി അവൻ്റെ അടുത്ത് നിന്ന് കിച്ചണിലേക്ക് പോയപ്പോൾ അവന് വല്ലാത്തൊരാശ്വാസം തോന്നി. രാമേട്ടൻ കിച്ചണിൽ നിന്ന് പ്ലേറ്റുകൾ കൊണ്ടുവന്ന് മേശയിൽ വയ്ക്കുമ്പോൾ ദേവൻ ചോദിച്ചു. രവിയെ കാണുന്നില്ലല്ലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം കുഞ്ഞേ എന്ന് പറഞ്ഞ് രാമേട്ടൻ പോകാൻ തുടങ്ങിയപ്പോൾ ദേവൻ പറഞ്ഞു. വേണ്ട രാമേട്ട, ഞാൻ വിളിച്ചു നോക്കാം. എന്നിട്ടവൻ രവിയെ ഫോണിൽ വിളിച്ചു. രവി ഒരു ഉറക്കച്ചടവോടെ ഫോൺ എടുത്ത് പറഞ്ഞു. എന്താ സാർ? ഞാൻ ഉറങ്ങിയിരുന്നു. ഇന്ന് കൂടുതൽ പണിയുണ്ടായിരുന്നു. നല്ല ക്ഷീണം, അതുകൊണ്ട് വേഗം കിടന്നു. നീ കഴിക്കുന്നില്ലേ? ദേവൻ ചോദിച്ചു. എനിക്കിനി സാറിൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാൻ വേണ്ട സാർ. ഞാനിവിടെ കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു. സാറിന് ചിലവ് കൂടേണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് വല്ലപ്പോഴും ലീവ് എടുക്കണ്ടേ എന്ന് രവി പറഞ്ഞതും ദേവൻ ദേഷ്യത്തോടെ ചെയർ തള്ളി നീക്കി എഴുന്നേറ്റ് ഫോൺ വലിച്ചെറിഞ്ഞ് അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. കുഞ്ഞേ, എന്താ ഉണ്ടായേ? കുഞ്ഞേ എന്ന് വിളിച്ച് രാമേട്ടൻ ദേവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ദേവൻ റൂമിൽ കയറി ഡോറ് വലിച്ചടച്ചു. അവൻ ദേഷ്യത്തോടെ ബെഡിൽ ചെന്നിരുന്ന് കിതയ്ക്കാൻ തുടങ്ങി. രാമേട്ടൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഗൗരി ശബ്ദം കേട്ട് പേടിച്ച് സ്റ്റെയർ കേസിന് താഴെ മുകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. എന്താ രാമേട്ട? ഗൗരി ചോദിച്ചു. കുഞ്ഞിന് ദേഷ്യം വരാൻ തരത്തിൽ എന്തോ അവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് രാമേട്ടൻ പറഞ്ഞപ്പോഴേക്കും രവി അകത്തേക്ക് കയറി വന്നു. എന്താടാ നീ കുഞ്ഞിനോട് പറഞ്ഞത് എന്ന് ചോദിച്ച് രാമേട്ടൻ ദേഷ്യത്തോടെ രവിയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അവൻ അതിനു മറുപടി പറയാതെ വേഗം ദേവൻ്റെ റൂമിലേക്ക് ഓടിച്ചെന്നു. സാർ, ഡോർ തുറക്ക് സാർ എന്ന് പറഞ്ഞ് രവി ഡോറിൽ മുട്ടി. രവി, എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഇരിക്കുന്നത്. നീ എവിടുന്ന് പോയിക്കോ,
ദേവൻ പറഞ്ഞു. ഇല്ല സാർ, സാറ് ഡോറ് തുറക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. സാർ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഡോർ തുറക്ക് എന്ന് പറഞ്ഞ് രവി വീണ്ടും ഡോറിൽ മുട്ടി. രവി, നീ ഇവിടുന്ന് പോ, ദേവൻ പറഞ്ഞു. ഇല്ല സാർ, ഞാൻ പോവില്ല, ഡോറ് തുറക്ക് എന്ന് പറഞ്ഞ് രവി വീണ്ടും ഡോറിൽ മുട്ടി. ദേവൻ ദേഷ്യത്തോടെ പല്ല് കടിച്ച് മുഷ്ടി ചുരുട്ടി ദേഷ്യം അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അങ്ങനെ അവിടെ ഇരുന്നു. സാർ, ഡോർ തുറക്ക് എന്ന് പറഞ്ഞ് രവി വീണ്ടും ഡോറിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ട് ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഡോർ തുറന്ന് രവിയുടെ കോളറിൽ പിടിച്ച്, നിന്നോട് ഇവിടുന്ന് പോകാനല്ലേടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് രവിയെ സ്റ്റെയർ കേസിന് നേരെ തള്ളിവിട്ടു. രവി സ്റ്റെയർ കേസിൽ നിന്ന് വീഴാൻ പോകുന്നത് കണ്ട് ദേവൻ വേഗം ചെന്ന് അവനെ പിടിച്ചു. നീ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നവനല്ലേ, പോ ഇവിടുന്ന് എന്ന് പറഞ്ഞ് രവിയെ ദേവൻ ചുമരിന് നേരെ തള്ളിവിട്ടു. എന്നിട്ട് റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കാൻ തുടങ്ങിയതും രവി പിന്നാലെ ഓടിച്ചെന്ന് ഡോർ തടഞ്ഞു. സാർ വേണ്ട, എന്നോട് ക്ഷമിക്ക്, രവി പറഞ്ഞു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്, എൻ്റെ വീടാ ഇത് എന്ന് പറഞ്ഞ് ദേവൻ രവിയെ അടിച്ചു. അത് കണ്ട് ഗൗരി വല്ലാതെ പേടിച്ചു നിൽക്കുന്നത് കണ്ട് രാമേട്ടൻ, മോളിങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സാർ വേണ്ട, ഒതുങ്ങിയിരിക്ക് എന്ന് പറഞ്ഞ് രവി ദേവനെ പിടിച്ചൊതുക്കി ചെയറിൽ കൊണ്ടുപോയി ഇരുത്തി ബെൽറ്റിട്ടു. അവൻ്റെ കാലിന് ചുവട്ടിലിരുന്ന് അപേക്ഷിക്കും പോലെ രവി പറഞ്ഞു. പ്ലീസ് സാർ, എന്നോട് ക്ഷമിക്ക്, പോയി ഇവിടുന്ന്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് വെറുതെയാ. നീ എന്നോട് എന്തും പറയുന്നത് പോലെ എനിക്ക് നിന്നോടും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ നീ എന്ന് ദേവൻ പറഞ്ഞപ്പോഴേക്കും രവി പറഞ്ഞു. സാറിന് എന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ഈ ജീവിതം തന്നെ സാറിനോട് കടപ്പെട്ടിരിക്കുക. എൻ്റെ കുടുംബം ഇന്നും ജീവനോടെ ഇരിക്കുന്നത് സാർ ഒരാൾ കാരണാ. സാർ എന്നെ ഒരു ജോലിക്കാരനായല്ല സ്വന്തം അനിയനെ പോലെ കാണുന്നതെന്ന് എനിക്കറിയാം, രവി പറഞ്ഞു. പക്ഷേ നീ എന്നെ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ പറയുന്നതെല്ലാം നീ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പുറത്ത് നീ എന്നോട് സ്നേഹം അഭിനയിക്കുക. സ്നേഹമല്ല, സഹതാപം. ഒരു ഭ്രാന്തൻ എന്ന സഹതാപം, ദേവൻ പറഞ്ഞു. ഇല്ല സാർ, എന്നെ മനസ്സിലാക്ക്. സാർ എന്നെ അനിയനായി കാണുന്നത് പോലെ ഞാൻ സാറിനെ എൻ്റെ ഏട്ടനായാ കാണുന്നത്. ഇടയ്ക്ക് വല്ലപ്പോഴും സാറിന് ദേഷ്യം തോന്നുമ്പോൾ ഞാൻ ജോലിക്കാരനാണെന്ന് പറയുമ്പോൾ മാത്രമാണ് എനിക്കത് ഓർമ്മ വരുന്നത്. ഒരു ജോലിക്കാരനപ്പുറം ഈ വീട്ടിൽ എനിക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. അത് സാറിന് എന്നോടുള്ള സ്നേഹവും വിശ്വാസം കൊണ്ടാണെന്ന് എനിക്കറിയാം. അതുപോലെ ഞാൻ സാറിനെ സ്നേഹിക്കുന്നുണ്ട്. സാർ അത് മനസ്സിലാക്ക്, രവി പറഞ്ഞു. ഇത്രയും ദിവസം ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇന്ന് എനിക്ക് ബോധ്യായി, നീ എന്നോട് കാണിക്കുന്നത് വെറും നാട്യം മാത്രമാണെന്ന്. ഞാൻ ഇന്നുച്ചയ്ക്ക് അങ്ങനെ പറഞ്ഞതിനാലാണല്ലോ നീ സ്വയം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങിയത്, ദേവൻ പറഞ്ഞു. ഇല്ല, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാനൊന്നും കഴിച്ചിട്ടുമില്ല. സാറ് വിളിക്കുമ്പോൾ ഞാൻ കഴിക്കാൻ വരുമായിരുന്നു. സാറിനോട് വെറുതെ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ. സാറിനത് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, രവി പറഞ്ഞു. രവി അത് പറഞ്ഞപ്പോൾ ദേവൻ സംശയത്തോടെ അവനെ നോക്കി. സത്യം, ഞാൻ അങ്ങനെ ചെയ്യോ? സാറിനോട് നന്ദികേട് കാണിക്കാൻ എനിക്ക് കഴിയോ? രവി ചോദിച്ചു. ദേവൻ അപ്പോൾ രവിയെ കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതഴിക്ക്, വേഗം വരൂ സാർ, വിശക്കുന്നു എന്ന് പറഞ്ഞ് രവി ദേവൻ്റെ കയ്യിലേക്ക് എട്ടഴിച്ചു. രവിയും ദേവനും അവിടുന്ന് എഴുന്നേറ്റതും ദേവൻ രവിയുടെ ചെകിടത്ത് ഒന്ന് പൊട്ടിച്ചു. അവൻ തെറിച്ച് താഴെ വീണ് അടികൊണ്ട കവിളിൽ തടവിക്കൊണ്ട് പറഞ്ഞു, എന്താ സാർ ഇത്? ഇനി ഇതുപോലെ നീ പറയോ എന്ന് ചോദിച്ച് ദേവൻ വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇല്ല, ഇനി പറയില്ല എന്ന് പറഞ്ഞ് ദേവൻ അടിക്കാതിരിക്കാൻ രവി കൈകൊണ്ട് തടഞ്ഞു. എന്നാ വാ എന്ന് പറഞ്ഞ് ദേവൻ രവിയെ കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നാലും ഇത് വല്ലാത്ത അടിയായിപ്പോയി സാർ, രവി പറഞ്ഞു. നിനക്ക് നല്ല ബുദ്ധി വരാൻ ഇടയ്ക്കിങ്ങനെ ഓരോന്ന് കിട്ടുന്നത് നല്ലതാ എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് പോന്നു. രാമേട്ടൻ അടുക്കളയിൽ ഓരോ പണികൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗൗരി ദേവനും രവിയും തമ്മിലുണ്ടായ സംഭവത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ടെൻഷനായി നിൽക്കുകയായിരുന്നു. മോള് വിശക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ, രാമേട്ടൻ പറഞ്ഞു. വേണ്ട, അവർ വരട്ടെ, ഗൗരി പറഞ്ഞു. അവർ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞേ കഴിക്കുന്നുണ്ടാവുള്ളൂ, മോള് കഴിച്ചോ, രാമേട്ടൻ പറഞ്ഞു. വേണ്ട രാമേട്ടാ, സാർ എന്താ ഇങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ട്, ഗൗരി ചോദിച്ചു. അത് കുഞ്ഞിന് പെട്ടെന്ന് ദേഷ്യം വരുന്നതാ, അല്ലാതെ ഒന്നുമില്ല, രാമേട്ടൻ സത്യങ്ങൾ തുറന്നു പറയാൻ മടിച്ച് പറഞ്ഞൊപ്പിച്ചു. രാമേട്ട, കഴിക്കാനെടുത്തോ എന്ന് പറഞ്ഞ് രവി കിച്ചണിലേക്ക് വന്നു. കുഞ്ഞു വന്നോ, രാമേട്ടൻ ചോദിച്ചു. രവി മൂളി. എന്നിട്ട് ഡൈനിങ് ഹാളിലേക്ക് പോയി ചെയറിലിരുന്നു. രാമേട്ടനും ഗൗരിയും ഡൈനിങ് ഹാളിലേക്ക് ചെന്നപ്പോൾ ദേവനും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രാമേട്ടൻ അവർക്ക് രണ്ടാൾക്കും പ്ലേറ്റ് വെച്ചു കൊടുത്തു. നീ കഴിച്ചോ ഗൗരി, രവി ചോദിച്ചു. ഇല്ല, ഗൗരി പറഞ്ഞു. എന്നാ ഇരിക്ക്, രവി പറഞ്ഞു. വേണ്ട, ഞാൻ നിങ്ങളുടെ കഴിഞ്ഞിട്ട് കഴിക്കാം, ഗൗരി പറഞ്ഞു.
സമയം ഒരുപാടായില്ലേ, മോളിരുന്നോ, രാമേട്ടൻ പറഞ്ഞു. വേണ്ട രാമേട്ട, രാമേട്ട ഇരുന്നോളൂ, ഞാൻ വിളമ്പിത്തരാം, ഗൗരി പറഞ്ഞു. ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ, മോളിരുന്നോ, രാമേട്ടൻ പറഞ്ഞു. രാമേട്ടൻ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഗൗരി രാമേട്ടനെ പിടിച്ച് ചെയറിലിരുത്തി. ദേവന് ഗൗരിയുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. ഗൗരി എല്ലാവർക്കും കഴിക്കാനുള്ളത് വിളമ്പിക്കൊടുത്തു. ദേവൻ കഴിക്കാതെ ഒരു ചെറു പുഞ്ചിരിയോടെ പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് രവി ചോദിച്ചു, സാർ എന്താ ആലോചിക്കുന്നത്? ദേവൻ ആലോചനയിൽ നിന്നുണർന്ന് പെട്ടെന്ന് രവിയെ നോക്കി. അപ്പോൾ രാമേട്ടൻ പറഞ്ഞു, നിന്നെ ഇവിടുന്ന് എങ്ങനെ ഒഴിവാക്കാമെന്ന് ആലോചിക്കുക. അത് കേട്ട് ഗൗരി ചിരിച്ചു. അവളുടെ ചിരി കണ്ട് ദേവന് സന്തോഷം തോന്നി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ഗൗരിയെ നോക്കി. അത് കണ്ട് അവൾ പെട്ടെന്ന് ചിരി നിർത്തി. നീ വല്ലാതെ ചിരിക്കണ്ട, ആദ്യം ഇവിടുന്ന് ഒഴിവാക്കുന്നത് നിന്നെ ആയിരിക്കും, രവി പറഞ്ഞു.